ഒരു ദിവസം കേരളീയർ ഇറച്ചിക്ക് വേണ്ടി, മത്സ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന തുക, പഴങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുക, പച്ചക്കറിക്ക് വേണ്ടി ചിലവാക്കുന്ന തുക, മരുന്നിന് വേണ്ടി ചിലവാക്കുന്ന തുകയും കൂടെ കൂട്ടിയാലോ? അപ്പം നമ്മുടെ ഒരു ജീവിത രാഷ്ട്രീയമുണ്ട്. അപ്പം നമ്മൾ സകല ജീവികളും എന്നെപ്പോലെ തന്നെയാണ്, സുഖമായി ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ 6 മേലേക്കുള്ള ഏറ്റവും യോജ്യമായ സുന്ദരമായ ഒരു ഭക്ഷണത്തിലേക്ക് വരും. പിന്നെ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ സാധനങ്ങളുണ്ട്. ഏത് സാഹചര്യത്തിലായാലും കഴിക്കരുത് എന്ന് തീരുമാനിക്കേണ്ട ഭക്ഷണ സാധനങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ആൽക്കഹോൾ, മദ്യം കഴിക്കരുത്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കരക്കോള, പെപ്സി കൊള്ള, ഇങ്ങനെയുള്ള സാധനങ്ങൾ, സോഡ, ചായ, കാപ്പി. മൈദയും പഞ്ചസാരയും വനസ്പതിയും നിറവുമല്ലാത്ത എന്താണ് ബേക്കറി സാധനങ്ങളിലുള്ളത്? ബേക്കറിയിൽ പോയി പലതൊക്കെ കഴിക്കുന്ന ആളുകളുടെ ഒരു വിചാരം ഞാൻ വെറൈറ്റി ഫുഡ് കഴിച്ചു എന്നാണ്. മണ്ടശിരോമണി അറിയുന്നില്ല കഴിച്ചത് മുഴുവനും ഒരൊറ്റ സാധനം തന്നെയാണ്. അതും ഒരു പോഷണവും ഇല്ലാത്ത, ശരീരത്തിന് ദ്രോഹം ചെയ്യുന്ന സാധനങ്ങൾ. ചാരായമാണോ പഞ്ചസാരയാണോ ശരീരത്തിന് കൂടുതൽ ദ്രോഹം ചെയ്യുക? പഞ്ചസാരയാണ്. പല്ല് കുട്ടികളുടെ ആണെങ്കിൽ പുഴു എന്ന് പറയും. പുഴുവിന് തലക്ക് വട്ടല്ലേ? പല്ല് തിന്നാനായിട്ട് കൊച്ചിനെ തന്നെ തിന്നൂടെ? പല്ലിലെ കാൽഷ്യം, എല്ലിലെ കാൽഷ്യം, ഇതെല്ലാം വലിച്ചെടുത്താൽ മാത്രമേ പഞ്ചസാരയ്ക്ക് ദഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ഷുഗർ തൊട്ടുപോകരുത്. വെറുതെ പഞ്ചസാര നിർത്തുമ്പോൾ, തവിടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോഴൊക്കെ, മില്ലറ്റ്സ് എല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ചെറിയ വ്യത്യാസമൊന്നുമല്ല. നിങ്ങൾക്ക് ഉള്ളതിൻ്റെ ഇരട്ടി ആരോഗ്യം പ്രകടമായി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ടിൻ ഫുഡ്, ക്യാൻ ചെയ്തത്, പാക്ക് ചെയ്തത്, അതിനെ വേറെ തരത്തിൽ നമുക്ക് പറയാം ഇൻഡസ്ട്രിയൽ ഫുഡ്. വ്യാവസായികമായ ഭക്ഷണം, കമ്പനികളിൽ നിന്നിറങ്ങിയ ഭക്ഷണം തൊട്ടുപോകരുത്. ഇൻഡസ്ട്രിയൽ ഫുഡ് ആപത്താണ്. കാരണം അതിൽ അപൂർണതകളുണ്ടാകും, അതിൽ പലതും ചേർത്തിട്ടുണ്ടാകും. അവയൊന്നും തന്നെ നമ്മുടെ ആരോഗ്യം നോക്കിയിട്ടല്ല, ഷെൽഫ് ലൈഫിന് വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ഡൂഫ് കണ്ടീഷണർ, എമൾസിഫയർ, ഷുഗർ, വീറ്റ് ഫ്ലോർ, നാച്ചുറൽ കളേഴ്സ് 471 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഈ പ്രിസർവേറ്റീവ്, ഈ സാധനങ്ങൾ പലതും ചേർക്കുന്നത് നമ്മൾ കഴിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഗുണത്തിന് വേണ്ടിയിട്ടാണോ, അതോ നമുക്ക് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാവും, പക്ഷേ 6 മാസം എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് കടകളിൽ ഇരിക്കണമെങ്കിൽ ഇത് ചേർത്താലേ പറ്റുള്ളൂ, വ്യവസായിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ? വ്യവസായിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ദോഷമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇൻഡസ്ട്രിയൽ ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് കഴിക്കരുത്. മിനിമമായ പ്രോസസ്സിങ് നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ തവിട് മുഴുവനുള്ളൊരരി പലപ്പോഴും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 40% കളഞ്ഞിട്ട് 60% നിലനിർത്തും. അല്ല എങ്കിൽ 60% മാറ്റി 40% നിലനിർത്തിയെന്ന് വരും. അത്രയെങ്കിലും ചെയ്യണം. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫുഡിനെ വിഷം പോലെ കരുതണം. ഇൻഡസ്ട്രിയൽ ഫുഡായാലും ഇൻഡസ്ട്രിയൽ ഡ്രിങ്ക്സ് ആയാലും അത് നമ്മളെ ചീറ്റ് ചെയ്യാൻ, നമ്മുടെ പണം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതാണ് നേരത്തെ പറഞ്ഞ പോലെ ഓയിലി ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ. ആ സാധനങ്ങൾ ദഹിച്ച് നമുക്ക് രക്തം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണുള്ളത്. അപ്പോൾ ചായ കുടിച്ചാൽ രക്തത്തിൽ ചായ കയറുമോ? കയറും.
ആ ചായയെ, കാപ്പിയുടെ അംശത്തെ, ചാരായത്തിൻ്റെ അംശത്തെ, ചോറിൻ്റെ അംശത്തെ, വറുത്തതിൻ്റെ അംശത്തെ എല്ലാം കൂടി പിന്നെ എന്താ രക്തം ചെയ്യും? എന്താ രക്തം ചെയ്യും? ഹാൻഡ് ഓവർ. അതിനെ ലിവറിൽ കൊണ്ടുപോയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും, വിഷാംശങ്ങൾ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും, ഫിൽട്ടർ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് ലിവറിന് ഫാറ്റി ലിവർ വരുന്നത്. വേണ്ടാത്തത് ചെന്നിട്ട് പാവൻ ലിവർ ഒരു കാലത്തും ചെയ്യേണ്ടതല്ലാത്ത പണികൾ ചെയ്യാൻ നിർബന്ധിതമായ ഗതികേടിലാണ് ലിവറിന് തകരാറ് വരുന്നത്. മൂത്രത്തിലൂടെ കളയാൻ നോക്കി, വേണ്ടാത്തതൊക്കെ കളയാൻ നോക്കി കഴിയുമ്പോഴാണ് കിഡ്നിക്ക് തകരാറ് വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന റോ മെറ്റീരിയൽ രക്തം, അതും കൊണ്ടുപോയി കോശങ്ങൾക്ക് കൊടുത്ത് കോശങ്ങൾ അതിൽ നിന്ന് എനർജി ഉണ്ടാക്കണം, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കണം. അപ്പം നിങ്ങളുടെ ഈ ശരീരം എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത്, കുടലെന്ന് പറയുന്നത്, പാങ്ക്രിയാസ് എന്ന് പറയുന്നത് ഏറെക്കാലം നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ, വെള്ളത്തിൻ്റെ, വായുവിൻ്റെ ഒരു മെയ്ക്കാണ്. ഇതിനെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതുണ്ടാകാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത ഭക്ഷണപാനീയങ്ങൾ ക്വാളിറ്റി കുറഞ്ഞതായിരുന്നു, ഈ കുഴപ്പമുണ്ടാക്കുന്നതായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത ഭക്ഷണപാനീയങ്ങൾ എൻ്റെ ലിവറിനെ കേടുവരുത്തുന്നതായിരുന്നു. ആൽക്കഹോൾ ആയിരുന്നു, കോഫി ആയിരുന്നു, ടീ ആയിരുന്നു, ഫ്രൈഡ് ഐറ്റംസ് ആയിരുന്നു. അതെല്ലാം ചെന്ന് എൻ്റെ ലിവറിന് കുഴപ്പമുണ്ടാക്കി. ഞാൻ നന്നായിട്ട് പഴങ്ങൾ കഴിച്ചൊരു 400 ദിവസം പഴങ്ങൾ കഴിച്ചപ്പോൾ എൻ്റെ ലിവർ റീജുവനേറ്റ് ചെയ്യപ്പെട്ടു.